ബോല തന്റെ കൊച്ചു കുടുംബത്തോടൊപ്പം ഒരു ചെറിയ ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത്. ഭാര്യയുടെ മരണശേഷം 2 മക്കളായ രാധയും മോനുവും മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ആശ്രയം. തന്റെ മക്കൾക്ക് സന്തോഷകരമായ ജീവിതം നൽകാൻ ബോല തന്റെ ജീവിതം മുഴുവൻ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് പോയി. അച്ഛൻ എത്ര കഷ്ടപ്പെട്ടാ ജോലി ചെയ്യുന്ന? കുട്ടികൾക്ക് വേണ്ടി അച്ഛനല്ലാതെ വേറെ ആരാണ് അധ്വാനിക്കുക? അത് എന്റെ കടമയല്ലേ. അച്ഛാ, ഞാനും വലുതായിട്ട് അച്ഛനെ സഹായിക്കും. വളരെ നല്ലതാണ് മോനെ. കാലത്തിനനുസരിച്ച് രാധയും മോനവും വളർന്നു. രാധ മോളെ, ഞാൻ നിനക്ക് വേണ്ടി നല്ലൊരു വീടും പിന്നെ ഒരു വരനെയും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും കുട്ടിയാണ്. മാതാപിതാക്കൾക്ക് അവരുടെ കുഞ്ഞുങ്ങൾ എന്നും കൊച്ചുകുട്ടികൾ തന്നെയാണ് മോളെ. പക്ഷേ ഞാൻ ഒരിക്കലും അച്ഛനെ വിട്ട് ഇവിടുന്ന് എങ്ങോട്ടും പോവില്ല. മോളെ, സമൂഹത്തിലെ ചില ആചാരങ്ങൾ നമ്മൾ പാലിച്ചല്ലേ പറ്റൂ. നിന്റെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ തുടങ്ങട്ടെ അനിയത്തി. അങ്ങനെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം രാധയുടെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം മോനു അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എന്റെ കല്യാണം എന്നാണ് നടത്തുന്നത്? ഞാനും വലിയ കുട്ടിയായില്ലേ? മോനെ, നിന്റെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളും ഞാൻ നടത്തിയിട്ടുണ്ട്. ഗ്രാമത്തലവന്റെ മകൾ സോണിയയുമായിട്ട് നിന്റെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഗിർദാരി തന്റെ മകളുടെ വിവാഹത്തിന് സമ്മതം പറഞ്ഞു. അങ്ങനെ താമസിയാതെ സോണിയും മോനവും വിവാഹിതരായി. അങ്ങനെ 2 കുട്ടികളുടെയും വിവാഹം കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ബോലയുടെ ആരോഗ്യം പെട്ടെന്ന് വഷളായി. അച്ഛാ, ഞാൻ അച്ഛനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാം. അങ്ങനെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിന്റെ അച്ഛന് മാരകമായ ഒരു രോഗമാണ്. അദ്ദേഹം ഒരിക്കലും ജീവിക്കില്ല. അങ്ങനെ പറയല്ലേ ഡോക്ടർ സാർ. രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല, പക്ഷെ അസംഭവ്യവുമല്ല. എന്നുവെച്ചാ? അതായത് നിങ്ങൾ ഒരു 10 ലക്ഷം രൂപ ചെലവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ അച്ഛൻ ഒരുപക്ഷെ രക്ഷപ്പെട്ടേക്കാം. 10 ലക്ഷം രൂപയോ? ഇത്രയും വലിയ കാശ് ഞാൻ എവിടെ നിന്ന് കൊണ്ടുവരും? അച്ഛന്റെ ജീവൻ രക്ഷിക്കണം എന്ന ഉദ്ദേശത്തോടെ 10 ലക്ഷം രൂപ കൊടുക്കാൻ മോനു അവന്റെ വീട്ടിലേക്ക് വരുന്നു. സോണി, അച്ഛന്റെ ജീവൻ അപകടത്തിലാ. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ 10 ലക്ഷം രൂപ വേണമെന്നാ. രൂപ നമ്മൾ ഇത്ര പെട്ടെന്ന് എവിടെ നിന്ന് ഒപ്പിക്കും? ഈ സ്വർണം കൊണ്ട് നമുക്ക് എന്താ പ്രയോജനം? അച്ഛൻ ജീവിതകാലം മുഴുവൻ പണിയെടുത്താ ഈ സ്വർണം ഉണ്ടാക്കിയത്. ഇന്ന് ഈ സ്വർണം കൊണ്ട് അദ്ദേഹത്തിന് ഉപകാരപ്പെടും. നീ എന്നോട് എന്താ ഈ പറയുന്നത്? ഈ സ്വർണം നമുക്ക് 2 പേർക്കും വേണ്ടി ഉള്ളതാണ്, അച്ഛന്റെ ചികിത്സയ്ക്കുള്ളതല്ല. പക്ഷെ അദ്ദേഹത്തിനെ ചികിത്സിച്ചില്ലെങ്കിൽ അദ്ദേഹം മരിച്ചുപോകും. മരിക്കുവാണെങ്കിൽ അങ്ങ് മരിക്കട്ടെ. നീ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ആഭരണങ്ങൾ കൊണ്ടുപോയി അച്ഛനെ രക്ഷിച്ചാലും ഇനി എത്ര വർഷം അച്ഛൻ ജീവിക്കും? 5-10 വർഷം. അപ്പോ ഇത്രയും സ്വർണം സമ്പാദിക്കാൻ ഇനി എത്ര വർഷങ്ങൾ എടുക്കും? മുഴുവൻ ജീവിതവും വേണ്ടിവരും. നീ ഒന്ന് മനസ്സിലാക്ക്. നിങ്ങളുടെ പിതാവ് ഈ ആഭരണങ്ങൾ ഉണ്ടാക്കാൻ ജീവിതകാലം മുഴുവൻ ചെലവഴിച്ചു. ചികിത്സയ്ക്കായി നമ്മളിത് വിറ്റാൽ അത് തിരിച്ചുണ്ടാക്കാൻ നമുക്ക് സാധിക്കില്ല. സോണിയുടെ ഉപദേശം അനുസരിച്ച് മോനു തന്റെ പിതാവിനെ ചികിത്സിക്കുന്നില്ല. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ബോല മരിക്കുന്നു. ബോലയുടെ മരണവാർത്ത കേട്ട് എല്ലാവരും സങ്കടപ്പെടുന്നു. അവസാനമായി അദ്ദേഹത്തെ കാണാൻ എല്ലാവരും എത്തി. അച്ഛനെ രക്ഷിക്കാൻ ഞങ്ങൾ ഒന്നും തന്നെ ചെയ്തില്ല. ആഭരണങ്ങൾ വിൽക്കാൻ ഞങ്ങൾ തീരുമാനിച്ചതാണ്, പക്ഷെ അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ല. അതെ അച്ഛാ, സോനയും എന്നോട് ഇത് തന്നെയാ പറഞ്ഞത്. അങ്ങനെ വൈകുന്നേരം ബോലയുടെ ശവസംസ്കാര ചടങ്ങ് നടന്നു. രാമനാമം സത്യമാണ്, രാമനാമം സത്യമാണ്, രാമനാമം സത്യമാണ്, രാമനാമം സത്യമാണ്. എല്ലാവരും ബോലയുടെ മൃതദേഹവുമായി ശ്മശാനത്തിലേക്ക് പോകുന്നു. അപ്പോൾ പെട്ടെന്ന് ആ വഴിക്ക് ഷേർ സിംഗ് കടന്നു വന്നു. ആരും മുന്നോട്ട് വരരുത്. ഷേർ സിംഗ്, എന്തിനാ ഞങ്ങളെ തടഞ്ഞത്? ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? തെറ്റ് ചെയ്തത് നീയല്ല, പകരം നിന്റെ അച്ഛനാണ്. എന്റെ അച്ഛനോ? എന്റെ അച്ഛനിൽ നിന്ന് എന്ത് തെറ്റാ സംഭവിച്ചത്? നിന്റെ അച്ഛൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ 10 ലക്ഷം രൂപ തിരിച്ചു തരാനുണ്ട്. 10 ലക്ഷമോ? ആ, നിന്റെ അച്ഛൻ എന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു. എന്റെ കാശ് എനിക്ക് തിരിച്ചു കിട്ടുന്നത് വരെ നിന്റെ അച്ഛന്റെ സംസ്കാരം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഷേർ സിംഗിന്റെ വാക്ക് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോയി. എല്ലാരും അവരവരുടെ വീട്ടിൽ പോയിക്കോ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും കൊന്നുകളയുന്നതാണ്. ഷേർ സിംഗിനെ ഭയന്ന് എല്ലാവരും അവിടുന്ന് വേഗം തിരിച്ചു പോകുന്നു. നിങ്ങൾ എങ്ങനെയാണ് ഇത്ര വേഗം തിരിച്ചു വന്നത്? അച്ഛന്റെ ശവസംസ്കാരം എനിക്ക് നടത്താൻ സാധിച്ചില്ല. അന്ത്യകർമ്മങ്ങൾ നടത്താൻ കഴിഞ്ഞില്ലെന്നോ? എന്തുകൊണ്ട്? അച്ഛൻ ഷേർ സിംഗിൽ നിന്ന് 10 ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു. പക്ഷെ അത് നമ്മൾ അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഷേർ സിംഗ് നമ്മുടെ അച്ഛന്റെ സംസ്കാരം നടത്താൻ സമ്മതിക്കില്ല. മോനു ഭാര്യയോട് പറഞ്ഞു, ഒരു കാര്യം പറയട്ടെ, നീ ആ സ്വർണം എനിക്ക് വിൽക്കാൻ തരുമോ? അപ്പൊ ആ സ്വർണം ഷേർ സിംഗിന് നൽകി അച്ഛന്റെ ശവസംസ്കാര ചടങ്ങുകൾ നടത്തണമെന്നാണോ പറയുന്നത്? ആ, നീ സമ്മതിക്കുകയാണെങ്കിൽ. ദേ നോക്ക്,
എന്റെ ഉത്തരം അന്നും ഇന്നും ഒന്ന് തന്നെയാണ്. അതിലൊരു മാറ്റമില്ല. ആഭരണങ്ങൾ വിറ്റാൽ നമുക്കൊന്നും ഉണ്ടാവില്ല. എന്തായാലും നിങ്ങളുടെ അച്ഛൻ മരിച്ചു. എന്തായാലും അന്ത്യകർമ്മങ്ങൾ നടത്തിയാലും ഇല്ലെങ്കിലും എന്താണ് വ്യത്യാസമുള്ളത്? ആ ഷേർസിംഗിന് എന്റെ അച്ഛന്റെ ശവം കൊണ്ട് എന്താ ഗുണം? നീ പറയുന്നത് ശരിയാ സോണി. നമ്മൾ നമ്മുടെ സ്വർണം ഷേർസിംഗിന് കൊടുക്കുന്നില്ല. അച്ഛന്റെ ശവസംസ്കാരം നടന്നാലും ഇല്ലെങ്കിലും. അങ്ങനെ മോന് തന്റെ ഭാര്യയെ അനുസരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഷേർസിംഗിന്റെ അടുത്തേക്ക് പോകുന്നില്ല. ഭോലയുടെ മൃതദേഹം അവിടെ നിന്ന് എടുക്കാൻ ഷേർസിംഗും അനുവദിക്കുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം ഭോലയുടെ മകൾ രാധയെ ആ സമയത്ത് അറിയിച്ചു. 10 ലക്ഷം രൂപ കാരണം എന്റെ പിതാവിന്റെ അന്ത്യകർമ്മങ്ങൾ നടക്കുന്നില്ല. ഈ സ്വർണം ഞാൻ ഷേർസിംഗിന് നൽകി എന്റെ പിതാവിന്റെ അന്ത്യകർമ്മങ്ങൾ ഞാൻ നടത്തും. അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. രാധ തന്റെ സ്വർണ്ണാഭരണങ്ങളുമായി ഷേർസിംഗിന്റെ അടുത്തേക്ക് വരുന്നു. ഷേർസിംഗ്, ഈ ആഭരണങ്ങൾ എടുത്തോളൂ. എനിക്ക് എന്റെ പിതാവിന്റെ അന്ത്യകർമ്മങ്ങൾ നടത്തണം. നീ ആരാണ് മോളെ? ഇത് എന്റെ അച്ഛനാണ്. അപ്പോ നീ ഭോലയുടെ മകളാണല്ലേ? അതെ. പെൺമക്കളായാൽ ഇങ്ങനെ തന്നെ വേണം. നിന്നെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. ഇനി എനിക്ക് ആ സ്വർണത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഷേർസിംഗിന് ഈ ആഭരണങ്ങൾ ആവശ്യമില്ലെന്നോ? പിന്നെ എന്തിനാണ് അച്ഛന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്? ഷേർസിംഗിന് ഈ 10 ലക്ഷം രൂപ വേണ്ടെന്നാണോ? വേണ്ട. നിന്റെ അച്ഛൻ ഒരിക്കലും എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടില്ല. ഞാനാണ് അദ്ദേഹത്തിന് കൊടുക്കാനുണ്ടായിരുന്നത്. ഷേർസിംഗിന് പണം ആവശ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? ഞാൻ നിങ്ങളെ ഒന്ന് പരീക്ഷിച്ചതാ. ഭോലയോട് ആർക്കാണ് യഥാർത്ഥ സ്നേഹമെന്ന്. ഭോല എന്റെ കയ്യിൽ തന്ന 10 ലക്ഷം രൂപ അത് ഭോലയോട് യഥാർത്ഥ സ്നേഹമുള്ളവർക്ക് തന്നെ കൊടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഇതാ മോളെ, നിന്റെ അച്ഛന്റെ സമ്പാദ്യം. എന്റെ സഹോദരനും ഇതിൽ അവകാശമുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് നൽകാത്തത്? നിന്റെ ചേട്ടൻ അദ്ദേഹത്തിന്റെ ശവശരീരം വഴിയിൽ ഉപേക്ഷിച്ചു പോയി. പക്ഷേ നീ നിന്റെ അച്ഛന്റെ ശവസംസ്കാരം നടത്തുവാനായിട്ട് നിന്റെ എല്ലാ സമ്പത്തും കൊണ്ട് ഇങ്ങോട്ട് വന്നു. അതുകൊണ്ട് നിന്റെ അച്ഛനോട് ഏറ്റവും സ്നേഹമുള്ളവൾ നീ തന്നെയാണ്. അതുകൊണ്ട് ഈ കാശ് നിനക്കുള്ളതാണ്. നീ തെളിയിച്ചു കഴിഞ്ഞു പെൺകുട്ടികൾ ആൺകുട്ടികളെക്കാൾ സ്നേഹമുള്ളവരാണെന്ന്. തുടർന്ന് രാധയും ഷേർസിംഗും ചേർന്ന് ഭോലയുടെ ശവസംസ്കാര ചടങ്ങ് നടത്തി. എന്നോട് ക്ഷമിക്കണം അനിയത്തി. ഞാൻ അച്ഛനു വേണ്ടി ഒന്നും ചെയ്തില്ല. സഹോദര, നീ ചെയ്ത പ്രവൃത്തികളിൽ നിനക്ക് ശരിക്കും ദുഃഖമുണ്ടല്ലോ. അത് മതി, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. ഒരു സഹോദരി അവളെ കല്യാണം കഴിച്ചയച്ച വീട്ടിൽ താമസിക്കുമ്പോഴും അവളുടെ കടമ നിറവേറ്റുന്നത് യഥാർത്ഥ സ്നേഹവും ഉത്തരവാദിത്വവുമാണ്. അതൊന്നും സമ്പത്തിനേക്കാൾ മുകളിലല്ല. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.